വർത്തമാനകാല മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ, എത്ര മനോഹരമാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉശിരുള്ള ഒരു നേതൃത്വമായി, അഭിമാനകരമായ ഒരു നേതൃത്വമായി, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന്റെ ഒരു കാവൽപ്പടനായിട്ട് സമുദായത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു ഭാഗത്ത് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മറുഭാഗത്ത് മഹാനായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലകൊള്ളുമ്പോ ഈ നേതൃത്വം നൽകുന്ന മനോഹരമായ ഒരു സന്ദേശമുണ്ട്. സയ്യിദന്മാര് സമുദായത്തിന്റെ അഭിമാനകരമായ ഈ ഇസ്സത്തിന്റെ കോട്ടക്ക് അഭിമാനകരമായ രീതിയിൽ അവര് കാവൽ നിൽക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ശംസുൽ ഉലമയുടെ മാർഗമാണ് ശരിയെന്ന കൃത്യമായ ബോധ്യമുള്ള നമ്മൾ ചെയ്യേണ്ടത് ആ നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കുക എന്നതാണ്. നേതാക്കളെക്കാളും വലിയ നേതാവാകാനും നേതൃത്വത്തെക്കാളും വലിയ ശബ്ദമാകാനും നമ്മൾ ശ്രമിക്കാതിരുന്നാൽ ഉമ്മത്ത് 100 വർഷം കൊണ്ട് നേടിയെടുത്ത ഇസ്സത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേതാക്കളെക്കാളും വലിയ നേതാവാകാനും നേതൃത്വത്തെക്കാളും വലിയ ശബ്ദമാകാനും മുതിരാതെ മുൻഗാമികളെ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സമാധാനപരമായി സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഞാൻ നീട്ടിപ്പോവല്ല. ഇവിടെ ഖതീബ് ഉസ്താദ് പറഞ്ഞു വഖഫ് സംബന്ധമായിട്ട്